എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ആ പിക്ക അവനാണെങ്കിൽ ആഞ്ഞ് പഞ്ച് ചെയ്യും. ആ ഒരു പഞ്ചില് മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്ന നമ്മുടെ ആൾക്കാരുടെ കൺട്രോൾ പോവും. ലിയോയുടെയും ഫ്രണ്ട്സിന്റെ കയ്യിലുണ്ടായിരുന്ന ഉസോപ്പ് അവനാണെങ്കിൽ കൈവിട്ട് ഇപ്പൊ താഴേക്ക് പോവാണ്. ലിയോ എങ്ങനെയൊക്കെ ഓടിച്ചാടി വന്ന് ഉസോപ്പിന്റെ മൂക്കിൽ പിടിച്ച് അങ്ങനെ നിർത്തും. ഉസോപ്പിന്റെ അത്രയും വെയിറ്റ് ഇപ്പൊ മൂക്കിലാണ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ആ പിക്കയുടെ പഞ്ചില് ഇപ്പോ ഒരു ഭാഗം തന്നെ തകർന്ന് വീണിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും ജീവൻ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ഓരോ ഭാഗത്തേക്ക് ഓടും. മാത്രമല്ല അവർക്ക് പിക്കയിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നന്നായിട്ട് അറിയാം. പിക്ക ഇനിയും ഇതുപോലെ 2-3 പഞ്ചോട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഐലാൻഡ് മുഴുവനായിട്ടും തവിട് പൊടിയാവും. ഡോഫ്ലമിംഗോയുടെ സ്ട്രിങ്സ് അത് പുറത്ത് മുഴുവൻ അങ്ങനെ ഒരു വേലി പോലെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനും കഴിയില്ല. ജനങ്ങളാണെങ്കിൽ പേടിച്ച് ഓരോ മൂലയ്ക്കൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കും. ഇവിടെ സോറോ ആണെങ്കിൽ ചുറ്റും നോക്കും. ലൂഫിയെയും ട്രഫാൽഗറോയെയും കാണാനില്ല. അപ്പോഴായിരിക്കും തൊട്ട് മുകളിൽ നിന്ന് ലൂഫിയുടെ ശബ്ദം കേൾക്കുക. സോറോ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. നമ്മുടെ ലൂഫി അവനൊരു കമ്പിയിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. സോറ രണ്ടുപേരെയും ഇപ്പൊ പതിയെ താഴേക്ക് ഇറക്കുകയാണ്. ട്രഫാൽഗറിലോയുടെ കയ്യിലാണെങ്കിൽ ഓൾറെഡി ആ ഹാൻഡ് കഫ് ഉണ്ട്. നമ്മുടെ ലൂഫി അവൻ പിക്ക പഞ്ച് ചെയ്യുന്ന കറക്റ്റ് സമയത്ത് അവന്റെ വയറിൽ എയർ ഫില്ല് ചെയ്ത് അത് റിലീസ് ചെയ്തു. ആ ഫോഴ്സിലാണ് ലൂഫിയും ട്രഫാൽഗറിലോയും അവന്റെ പഞ്ചിൽ നിന്ന് രക്ഷപ്പെട്ടത്. സോറയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ആ പിക്ക അവനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, അവനുമായിട്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അവർ ചുറ്റും നോക്കും. അപ്പ ചുന്ദരം പയറിട്ട് അവൻ ഓടി വന്ന് ഇപ്പൊ ട്രഫാൽഗർ ലോയെ ആഞ്ഞു വെട്ടാനായിട്ട് ശ്രമിക്കും. ലൂഫി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ലോയെ തൂക്കിയെടുത്ത് അവിടുന്ന് തെന്നി മാറും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. നിനക്ക് എന്താ പറ്റിയേ? വീണ്ടും നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ? ആദ്യം നിനക്ക് എന്നെയായിരുന്നു കൊല്ലേണ്ടത്. ഇപ്പൊ നീ ട്രഫാൽഗർ ലോയ്ക്ക് നേരെ തിരിഞ്ഞോ? അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ നോക്കി ചിരിക്കും. ഞാൻ നിങ്ങളെ ആരെയും അറ്റാക്ക് ചെയ്യാൻ വന്നൊന്നുമല്ല. കാരണം നിങ്ങളോടിപ്പോ എനിക്ക് ഭയങ്കര സ്നേഹവും കടപ്പാടും ഒക്കെയാണ്. നിങ്ങളുടെ ടീമിലെ ഔസോപ്പ് അവൻ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനും ഒരുപാട് വർഷക്കാലം ഇവിടെ ഒരു ടോയായി ജീവിക്കേണ്ടി വന്നേനെ. ഇപ്പൊ എനിക്ക് നിങ്ങളോട് തീർത്താൽ തീരാത്ത നന്ദി മാത്രമാണ് ഉള്ളത്. ഇത് ട്രഫാൽഗർ ലോയുടെ ക്യാപ്പാണ്. ഇത് തരാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങളുടെ ലക്ഷ്യം ആ ഡോഫ്ലമിംഗോയെ കൊല്ലുക എന്നതല്ലേ? അതിന് നിങ്ങളെ ഞാൻ സഹായിക്കാം. എന്നെ സഹായിച്ചതിന് പകരമായിട്ട് അവനെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ചുന്ദരം പയറിട്ട് അവനങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. ഞാൻ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ ആരും വന്നു നിൽക്കാൻ പാടില്ല. എന്തെങ്കിലും അപകടം നിങ്ങൾക്കും പറ്റിയാലോ? ലൂഫി ആണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വേണം ആ ഡോഫ്ലമിംഗോയെ കൊല്ലാൻ. കാരണം റബേക്ക എനിക്ക് ഫുഡ് വാങ്ങി തന്നു. അവളുടെ ആഗ്രഹം അത് ആ ഡോഫ്ലമിംഗോയെ കൊല്ലുക എന്നാണ്. അവൾക്ക് വേണ്ടി ഞാൻ തന്നെ അവനെ കൊല്ലും. വാവ്, നിനക്കവനെ കൊല്ലണമല്ലേ? ഒരു കാരണവശാലും ഞാൻ അതിന് അനുവദിക്കില്ല. വീണ്ടും നിനക്ക് ഫേമസ് ആവാൻ വേണ്ടി മാത്രമാണ് നീ ഇത് ചെയ്യുന്നത്. ഇനി ഒരു കാരണവശാലും ലൂഫി നീ ഫേമസ് ആവാൻ അനുവദിക്കില്ല. ഡോഫ്ലമിംഗോയെ കൊന്ന് എല്ലാ ന്യൂസ് പേപ്പറിലും എല്ലാ TV ചാനൽസിലും എന്റെ മാത്രം മുഖമായിരിക്കും ഇനി ജനങ്ങൾ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവനങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അത് കേട്ട് വണ്ടടിക്കും. അവനാണെങ്കിൽ ഇപ്പോ അവൻ ഫേമസ് ആവുന്നതും ഒരുപാട് പേര് എന്റെ ഓട്ടോഗ്രാഫ് ചോദിക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതും ഒക്കെ ആയിട്ട് ഇമാജിൻ ചെയ്ത് അങ്ങനെ 32 പല്ലും കാണിച്ച് ഇളിച്ചു നിൽക്കുകയാണ്. ആ ഗ്യാപ്പിൽ ലൂഫി ആള് ട്രഫാൽഗർ ലോയെ തൂക്കി അവിടുന്ന് മുൻപോട്ടേക്ക് പോകും. അതേസമയം ഇവിടെയാണെങ്കിൽ പിക്ക അവൻ പഞ്ച് ചെയ്ത സ്ഥലത്ത് ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസ് അരിച്ചു പെറുക്കുകയാണ്. ആർക്കെങ്കിലും എന്റെ പഞ്ചില് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പ്രധാനമായിട്ട് അവനെ കളിയാക്കിയ സ്ട്രോഹാർ ലൂഫിയുടെ അസിസ്റ്റൻസ് ആണെങ്കിൽ അരിച്ചു പെറുക്കിയിട്ടും അവിടെ ആരുടെയും ബോഡി കണ്ടെത്താനാവില്ല. അത് കണ്ട് പിക്കയ്ക്ക് ദേഷ്യം കൂടി വരും. അവരാണെങ്കിൽ പിക്കയെ സമാധാനിപ്പിക്കും. ഒരുപക്ഷെ അങ്ങയുടെ പഞ്ചില് അവര് തവിട് പൊടിയായി കാറ്റില് അരിഞ്ഞില്ലാതായി കാണും. അതുകൊണ്ടായിരിക്കും നമുക്കിവിടെ കാണാത്തെ. പിക്കയാണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കണം. അവരെ വെറുതെ വിടാൻ പാടില്ല. എന്നെ ഇതുവരെ ആരും അവൻ കളിയാക്കി അത്രയും കളിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ലൂഫി അവനെ നോക്കി ചിരിച്ചത് അതൊരു നിമിഷം അവൻ ആലോചിക്കുകയാണ്. ഒരു കാരണവശാലും അവനെ ഞാൻ വെറുതെ വിടില്ല. ഡോഫ്ലമിംഗോയുടെ 7 അയലത്തെത്താൻ അവനെ ഞാൻ അനുവദിക്കില്ല എന്ന് പറയും. അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂഫിയും സോറോയും അവരാണെങ്കിൽ പിടിക്കാൻ വന്ന ഒരുപാട് പേരെ അച്ചരം പൊച്ചറ അടിക്കുകയാണ്. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ടെസ്റ്റ്. നമ്മുടെ താടിക്കാരൻ അപ്പാപ്പൻ ആളങ്ങനെ ചാടി ലൂഫിയുടെ മുൻപിലേക്ക് വരികയാണ്. ആളെ കണ്ട് ഒരു നിമിഷം നമ്മുടെ ലൂഫി ഒന്ന് ടെൻഷനാവും. അപ്പനാണെങ്കിൽ ഇപ്പൊ സിമ്പിളായിട്ട് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അറ്റാക്ക് ചെയ്യാനല്ല ഞങ്ങൾ ഇവിടേക്ക് വന്നേ. ആക്ച്വലി എനിക്ക് നഷ്ടപ്പെട്ടു പോയ തല അത് തിരികെ തന്നത് നീയാണ്. മാത്രമല്ല
ടോയ് ആക്കി മാറ്റിയ എന്നെയും എന്റെ ആൾക്കാരെ എല്ലാവരെയും നോർമലാക്കി മാറ്റിയത് നിന്റെ ടീമിലെ ഉസോപ്പാണ്. സോ ഞങ്ങൾ എല്ലാവരും നിന്നോടും നിന്റെ ടീംമേറ്റ്സിനോടും കടപ്പെട്ടിരിക്കുകയാണ്. സോ നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ ആൾക്കാര് അത് കേട്ട് ഞെട്ടിയിട്ട് ഐ എം സോറി. അപ്പോ നിങ്ങൾക്കിപ്പോ എന്നോട് ദേഷ്യമൊന്നും ഇല്ലേ? ലൂഫി ആണെങ്കിൽ ചിരിക്കാൻ തുടങ്ങും. സത്യമായിട്ടും ഇപ്പൊ നിനക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലേ? അതിനപ്പാപ്പം പറയും, എനിക്ക് യാതൊരു ദേഷ്യവുമില്ല. എനിക്ക് ഈ പുതിയ ജീവൻ തിരിച്ചു തന്ന നിങ്ങൾക്ക് ഞാനിപ്പോ വലിയൊരു നന്ദി തിരികെ ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ശത്രുവായ ആ ഡോഫ്ലെമിംഗോയെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൊല്ലും. ആ തീരുമാനമാണെങ്കിൽ ലൂഫിക്ക് ഒട്ടും ഇഷ്ടാവില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. അവനെ കൊല്ലുന്നത് അത് ഞാൻ തന്നെയായിരിക്കും. അത് ഞാൻ റബേക്കയ്ക്ക് കൊടുത്ത വാക്കാണ്, എനിക്കത് പാലിച്ചേ പറ്റൂ. അപ്പാപ്പനാണെങ്കിൽ അത് കേട്ട ആളുടെ മുഖഭാവമൊക്കെ അങ്ങനെ മാറുകയാണ്. എന്നോട് ഞാൻ വളരെ മാന്യമായിട്ടും സ്നേഹമായിട്ടും അല്ലേ സംസാരിച്ചേ, പക്ഷെ നിനക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാ അത് നടത്തിയിട്ടേ ഞാൻ അടങ്ങൂ. അവനെ എന്റെ കൈകൊണ്ട് ഞാൻ തന്നെ കൊല്ലും. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. ഉടനെ ഹൈറുദ്ദീൻ അവനിപ്പോ ഉഫിയുടെ അടുത്തേക്ക് വരും. സത്യത്തില് മാച്ചിൽ നമ്മൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നീയും നിന്റെ ടീംമേറ്റ്സും ഞങ്ങൾക്ക് ചെയ്ത ഉപകാരം അത് ചെറുതല്ല. സോ ആ ഡോഫ്ലെമിംഗോയെ എന്റെ കൈകൊണ്ട് ഞാൻ കൊല്ലും. അവന് തൊട്ട് പിന്നാലെ ഇപ്പൊ ഓരോരുത്തരായിട്ട് ഡോഫ്ലെമിംഗോയെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ചത്താ മതി എന്നാവും. ആണെങ്കിൽ ക്യാഷ്വലായിട്ട് അവരോട് പറയും, നിങ്ങൾ ആവശ്യമില്ലാതെ റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ മുൻപിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ആ ഡോഫ്ലെമിംഗോയെ കൊല്ലാം. നിങ്ങൾ എല്ലാവരും ബാക്കപ്പ് ആയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. പക്ഷെ അവരാരും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. വീണ്ടും വീണ്ടും അവർ തർക്കിച്ചു കൊണ്ടേയിരിക്കും. ലൂഫി ആണെങ്കിൽ അടിച്ചു പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ തന്നെ ഡോഫ്ലെമിംഗോയെ കൊല്ലും. അതിനവര് പറയും, നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തെന്ന സഹായം അതിനു പകരം ഇത് ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ കൈകൊണ്ട് ഞങ്ങൾക്ക് ഡോഫ്ലെമിംഗോയെ കൊന്ന് നിങ്ങളോടുള്ള കടപ്പാട് അത് ഞങ്ങൾക്ക് വീട്ടണം. അത് മാത്രമാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. അങ്ങനെ എല്ലാവരും പരസ്പരം തർക്കിക്കുമ്പോഴായിരിക്കും വലിയൊരു സ്പീർ അവരുടെ മുൻപിലേക്ക് വന്ന് ചാടുക. ലൂഫി ആണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കുമ്പോഴായിരിക്കും അവൻ ഫൈറ്റ് ചെയ്തിരുന്ന ആ ബുള്ളിനെ കാണുക. ബുള്ളിനെ കാണേണ്ട താമസം ലൂഫിയുടെ തലയിൽ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവർ ആ ബുള്ളിന്റെ മുതുകിൽ കയറി അങ്ങനെ പാഞ്ഞു വരികയാണ്. പിക്കയും ഡോഫ്ലെമിംഗോയുടെ അസിസ്റ്റൻസും ഗണ്ണൊക്കെ എടുത്ത് നമ്മുടെ ആൾക്കാരെ ഷൂട്ട് ചെയ്യാൻ റെഡിയാവും. അപ്പോഴായിരിക്കും അടുത്തൊരു ട്വിസ്റ്റ്. അവർക്ക് തൊട്ടു പിന്നാലെയായി കപ്പട മീശക്കാരനും താടിക്കാരൻ അപ്പാപ്പനും അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ അവിടേക്ക് പാഞ്ഞു വരികയാണ്. ലൂഫി ആണെങ്കിൽ അവരെ തടയാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവർക്ക് എല്ലാവർക്കും കൊല വെറിയാണ്. ലൂഫിയും അവന്റെ ആൾക്കാരും ചെയ്ത സഹായത്തിന് അവർക്ക് തിരികെ എന്തെങ്കിലും ചെയ്യണം. അതിന് പറ്റിയ അവസരം ഇതാണെന്ന് പറഞ്ഞ് അവർ പരസ്പരം മത്സരിച്ച് ഡോഫ്ലെമിംഗോയെയും അവന്റെ ആൾക്കാരെയും കൊല്ലാനായിട്ട് മുൻപോട്ടേക്ക് കുതിച്ചു പായും. പിക്കയാണെങ്കിൽ അവറ്റകളെല്ലാം കണ്ട് വീണ്ടും കൈ ചുരുട്ടും. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വാ, നിങ്ങൾ ഒറ്റ ഒന്നിനെ പോലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. പക്ഷെ അവന്റെ സൗണ്ട് അത് കേട്ട് ഇത്തവണ അവരെല്ലാവരും പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങും. അവന്റെ സൈസും സൗണ്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പിക്കയുടെ കൺട്രോൾ പോയി അവൻ കൈ അങ്ങനെ നീട്ടിക്കൊണ്ടുവരും. ആ ഗ്യാപ്പില് അവരെല്ലാവരും ചാടി വന്ന് പിക്കയുടെ കയ്യില് അച്ചറം പൊച്ചറ ഇടിച്ച് അവന്റെ കൈ തകർത്ത് താഴെ ഇടുകയാണ്. ആ ഗ്യാപ്പിൽ ലൂഫി ആൻഡ് ടീമും ആണെങ്കിൽ ഡോഫ്ലെമിംഗോയുടെ സ്ഥലം അത് കറക്റ്റായിട്ട് ലക്ഷ്യമാക്കി അവിടേക്ക് കുതിച്ച് പായുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.